ഗഡിയോള അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രവാസമാണ് കേട്ടോ. അപ്പോൾ ഞാനും ഇതേ മഹേഷും കൂടിയിട്ടാണ് പോണത്. ഞങ്ങൾ അവിടുന്ന് അപ്പോൾ ഞങ്ങളുടെ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടുന്ന് തന്നെ പൈസയും കാര്യങ്ങളൊക്കെ മാറ്റി ബോർഡിംഗ് പാസ് കിട്ടി. ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് നേരെ ലോഞ്ചിൽ പോയിരുന്നപ്പോൾ അവരവിടുന്ന് വണ്ടി വന്നു. അവർ വന്നു. ആ ബസ്സിൽ കയറി നേരെ പ്ലെയിൻ്റെ അവിടേക്ക് പോയി. പ്ലെയിനിൽ കയറിയപ്പോൾ അതേവരുടെ കുറേ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു 3.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ദുബായ് എയർപോർട്ടിലാണ് വന്നിറങ്ങിയത്. അവിടെ വന്നിട്ട് നമ്മൾ പിക്ക് ചെയ്യാനായിട്ടൊരു വലിയൊരു ബസ് പോലത്തെ ഒരു ഉണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ വന്നപ്പോൾ തന്നെ അത്യാവശ്യം കുറേ ആൾക്കാർ അവിടെ വന്ന് ഉണ്ടായിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 45 ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കോർഡിനേറ്റ് ചെയ്യാനായിട്ടൊരു ഉണ്ടായിരുന്നു, ഒരു നേപ്പാളി പയ്യൻ. അപ്പോൾ അവരെല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയിൽ കയറി ഇങ്ങോട്ട് പോന്നു. പുറത്ത് എൻ്റെ പൊന്നെ നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്നുമില്ല, ഗംഭീര ചൂടട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അത് ഫീലായി എന്തുമാത്രം ചൂട് ഇവിടെ ഉണ്ടെന്ന് അപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ നമ്മൾ വന്ന വണ്ടി AC ഉള്ള വണ്ടി ആയ കാരണം കൊണ്ടാണ് നമുക്ക് അത്രയും ചൂട് മനസ്സിലാവാഞ്ഞത്. ആക്ച്വലി ഈ സംഭവം മനസ്സിലാക്കിയൊരു ഘട്ടമുണ്ടായിരുന്നു. ഈ ഒരു പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. അയ്യടാ പൊന്നോ, എന്തുട്ടാ ചൂടിച്ചിട്ടാ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ലേ. ഇറങ്ങിയ വഴിക്ക് തന്നെ കയറി. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും യാത്ര പോയി. പിന്നെ ആദ്യത്തെ ഒരു ചെറിയൊരു ടൗൺഷിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോണത് ഈ പറഞ്ഞ പോലെ ഒരു മരുഭൂമി കണക്ക് തന്നെയാണ് രണ്ട് സൈഡും. ഓഫ് കോഴ്സ് ഒരു ദുബായ് ഇൻഡസ്ട്രിയൽ സിറ്റിയിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ പിന്നെ അറിയാമല്ലോ. അവിടുത്തെ ഒരു 1.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ ക്യാമ്പിലെത്തി. ഓൾമോസ്റ്റ് കുറേ വണ്ടികളുണ്ട് ഇപ്പോൾ അവിടുന്ന് പിക്ക് ചെയ്യാനും സൈറ്റിലേക്ക് പോകാനും വരാനൊക്കെ ഇവരുടെ വണ്ടികൾ തന്നെയാണ്. കുറേ യൂണിഫോം ഇട്ട കുറേ ആൾക്കാരനൊക്കെ കണ്ടു. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ തുടരെയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ.